ജീവിതം ചിലപ്പോൾ നമ്മളെ ഒരു ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിഞ്ഞേക്കാം. അവിടെ പ്രകാശത്തിന്റെ ഒരു തരി പോലും കാണാൻ കഴിയാത്ത നിമിഷങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ശരീരബലമല്ല, മറിച്ച് നമ്മുടെ മനക്കരുത്താണ്. ലോകം കണ്ട എക്കാലത്തെയും വലിയ പോരാളി ബ്രൂസ്ലിയുടെ ജീവിതം തന്നെ നോക്കുക. 1970 ഒരു വ്യായാമത്തിനിടെ അദ്ദേഹത്തിന്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇനി നടക്കാൻ പോലും കഴിയില്ലെന്നും ഒരായുധം പോലും കയ്യിലെടുക്കാൻ സാധിക്കില്ല എന്നും ലോകത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിലും വലിയൊരു തകർച്ച നേരിടാനില്ല. പക്ഷേ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: എന്റെ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കും. മാസങ്ങളോളം നീണ്ട കഠിനമായ മനപരിശീലനത്തിലൂടെ, നിശ്ചയദാർഢ്യത്തിലൂടെയും അദ്ദേഹം ആ പരിമിതിയെ മറികടന്നു. പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകൾ പിറന്നത് ആ തകർച്ചയ്ക്ക് ശേഷമാണ്. നമ്മളും പലപ്പോഴും പ്രതിസന്ധികളിൽ തളർന്നു പോകാറുണ്ട്. എന്നാൽ ബ്രൂസ്ലിയെ പോലെ, അല്ലെങ്കിൽ ചരിത്രത്തിലെ മറ്റു മഹത് വ്യക്തികളെ പോലെ തളരാത്തൊരു മനസ്സെങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം? അതിലേക്ക് നമ്മെ നയിക്കുന്ന സുപ്രധാനമായ 9 പാഠങ്ങളാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത്. ഒന്നാമതായി, പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റുക എന്നുള്ളതാണ്. വിജയിച്ച മനുഷ്യരുടെയെല്ലാം ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാവരും പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചവരാണ് എന്ന് കാണാം. ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളായ ജാക്ക് മായുടെ കഥ ഒരു വലിയ ഉദാഹരണമാണ്. തന്റെ യൗവനകാലത്ത് 30-ലധികം ജോലികൾക്ക് അദ്ദേഹം അപേക്ഷിച്ചു. എല്ലായിടത്തു നിന്നും അദ്ദേഹം നിരാകരിക്കപ്പെട്ടു. KFC തന്റെ നാട്ടിൽ വന്നപ്പോൾ 24 പേർ അഭിമുഖത്തിന് പോയി. അതിൽ 23 പേർക്കും ജോലി ലഭിച്ചു. പുറത്തായ ഏക വ്യക്തി ജാക്ക് മാ ആയിരുന്നു. പോലീസ് ജോലിക്ക് അപേക്ഷിച്ച 5 പേരിൽ 4 പേർക്കും ജോലി കിട്ടി. അദ്ദേഹം മാത്രം ഒഴിവാക്കപ്പെട്ടു. ഹാർവാർഡ് സർവകലാശാലയിൽ 10 തവണ അപേക്ഷിച്ചിട്ടും 10 തവണയും അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ ഓരോന്നും നിരസിക്കപ്പെടുമ്പോഴും അദ്ദേഹം തളരുകയല്ല, മറിച്ച് തന്റെ കുറവുകൾ പരിഹരിക്കാനാണ് ശ്രമിച്ചത്. പരാജയം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള ഒരു ദിശാസൂചി മാത്രമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ന് ആലിബാബ എന്ന സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഈ പോരാട്ട വീര്യം കൊണ്ടാണ്. പരാജയങ്ങളെ ഭയപ്പെടാതെ അവയെ ഒരു ഇന്ധനമായി മാറ്റാൻ പഠിക്കുക എന്നതാണ് മനക്കരുത്തുള്ളവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമതായി, മറ്റുള്ളവരുടെ നിരസിക്കലുകളെ അതിജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആശയങ്ങളോ സ്വപ്നങ്ങളോ മറ്റുള്ളവർ അംഗീകരിക്കാത്തപ്പോൾ നമ്മൾ പലപ്പോഴും പിൻവാങ്ങാറുണ്ട്. എന്നാൽ ലോകപ്രശസ്തനായ വാൾട്ട് ഡിസ്നിയുടെ തുടക്കം നോക്കുക. അദ്ദേഹത്തിന് ഭാവനയില്ല എന്നും പുതിയ ആശയങ്ങൾ ചിന്തിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഒരു പത്രസ്ഥാപനം അദ്ദേഹത്തെ പുറത്താക്കി. ഡിസ്നി വേൾഡ് എന്ന സ്വപ്നവുമായി അദ്ദേഹം ബാങ്കുകളെ സമീപിച്ചപ്പോൾ 300-ലധികം തവണയാണ് ലോണിനായി അദ്ദേഹം നിരസിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മിക്കി മൗസ് എന്ന കാർട്ടൂൺ കഥാപാത്രം കുട്ടികളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു. എന്നാൽ ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞിട്ടും തന്റെ സ്വപ്നത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് പ്രധാനം. ലോകം നിങ്ങളെ ശരിയല്ലെന്ന് വിധി എഴുതിയാലും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുക. മൂന്നാമതായി, മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനൊപ്പം വളരാനും പഠിക്കുക എന്നുള്ളതാണ്. ജീവിതം ഒരു പ്രവാഹമാണ്. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ട് കണ്ടിരുന്ന ലോകമല്ല ഇന്നത്തേത്. നാളത്തേത് ഇതിലും വിഭിന്നമായിരിക്കും. മനക്കരുത്തുള്ളവർ മാറ്റങ്ങളെ ഭയപ്പെടുകയില്ല, മറിച്ച് അതിനോട് പൊരുത്തപ്പെടാൻ സ്വയം തയ്യാറെടുക്കും. പലപ്പോഴും നമ്മൾ സുരക്ഷിതമായ ഒരു മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ വളർച്ച സംഭവിക്കുന്നത് ഈ സുരക്ഷിത വലയത്തിന് പുറത്താണ്. പ്രതിസന്ധികൾ വരുമ്പോൾ അത് ജീവിതം അവസാനിച്ചു എന്നതിൻ്റെ സൂചനയല്ല, മറിച്ച് നമ്മൾ മാറേണ്ട സമയമായി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പുതിയ വിദ്യകൾ പഠിക്കാനും കാലത്തിനൊപ്പം സഞ്ചരിക്കാനും തയ്യാറാകുന്നവർക്ക് മാത്രമേ ഏതൊരു വെല്ലുവിളിയെയും അവസരമാക്കി മാറ്റാൻ സാധിക്കൂ. വെള്ളത്തെ പോലെയാകുക എന്ന് ബ്രൂസ്ലി പറഞ്ഞതുപോലെ
ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കാൻ കഴിയുന്ന മനോഭാവം വളർത്തിയെടുക്കുക. നാലാമതായി വൈകാരികമായ സ്ഥിരത കൈവരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വികാരങ്ങളാണ്. ദേഷ്യം, സങ്കടം, പേടി എന്നിവ വരുമ്പോൾ വിവേകപൂർവം പെരുമാറാൻ കഴിയുന്നതിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ നിലവിളിക്കുകയോ തളർന്നു പോവുകയോ ചെയ്യുന്നതിനു പകരം ആ സാഹചര്യത്തെ ശാന്തമായി വിലയിരുത്താൻ ശീലിക്കണം. വലിയൊരു തിരമാല വരുമ്പോൾ അതിനെ തടുക്കാൻ ശ്രമിക്കാതെ അതിനു മുകളിലൂടെ സർഫിംഗ് നടത്തുന്ന ഒരാളെ പോലെയാകണം നമ്മൾ. വികാരങ്ങൾ വരുമ്പോൾ അത് തിരിച്ചറിയുക, പക്ഷേ ആ വികാരങ്ങൾ നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. ഓരോ വെല്ലുവിളിയെയും ഒരു പരീക്ഷയായി കാണുക. സമാധാനപരമായ സാഹചര്യത്തിലല്ല, മറിച്ച് കഠിനമായ സാഹചര്യത്തിലാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം തെളിയുന്നത്. ശാന്തമായ മനസ്സോടെ കാര്യങ്ങളെ കാണുന്നത് ഏതു വലിയ പ്രതിസന്ധിയുടെയും തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. അഞ്ചാമതായി അച്ചടക്കവും ലക്ഷ്യബോധവും ശീലമാക്കുക എന്നുള്ളതാണ്. പ്രചോദനം നിങ്ങളെ ഒരു കാര്യം തുടങ്ങാൻ സഹായിക്കും, എന്നാൽ അച്ചടക്കം മാത്രമേ ആ കാര്യം പൂർത്തിയാക്കാൻ സഹായിക്കൂ. ലക്ഷ്യമില്ലാത്ത ഒരു യാത്ര എങ്ങും എത്തിച്ചേരുകയില്ല. ഓരോ ദിവസവും നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. ലോകത്തിലെ വിജയികളായ മനുഷ്യരെല്ലാം കഠിനമായ അച്ചടക്കം പാലിക്കുന്നവരാണ്. സമയത്തെ കൃത്യമായി ഉപയോഗിക്കുക, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും ചെറിയ ചുവടുകളെങ്കിലും വയ്ക്കുക എന്നിവ പ്രധാനമാണ്. മനക്കരുത്തുള്ളവർക്ക് അവരുടെ വികാരങ്ങളെക്കാൾ വലുത് അവരുടെ ലക്ഷ്യങ്ങളാണ്. ആലസ്യം തോന്നുമ്പോഴും മടി തോന്നുമ്പോഴും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ആറാമതായി ഭൂതകാലത്തിലെ കുറ്റബോധങ്ങളിൽ നിന്ന് മോചിതരാവുക എന്നുള്ളതാണ്. മനക്കരുത്ത് ചോർത്തിക്കളയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. അന്നത് ചെയ്തിരുന്നെങ്കിൽ, ഇതൊന്നും മാറ്റി ചെയ്യാമായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഊർജം നശിപ്പിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല, എന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കും. ചെയ്ത തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, എന്നിട്ട് അതവിടെ ഉപേക്ഷിക്കുക. പഴയ പരാജയങ്ങളുടെ ഭാരവും ചുമലിലേറ്റി നടക്കുന്ന ഒരാൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയുകയില്ല. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഭൂതകാലത്തെ ഒരു അധ്യാപകനായി കാണുക, ഒരിക്കലും അതൊരു ജയിലാക്കി മാറ്റരുത്. സ്വയം ക്ഷമിക്കാനും പുതിയൊരു മനുഷ്യനായി ഓരോ ദിവസവും ജനിക്കാനും തയ്യാറാവുക. ഏഴാമതായി ശാരീരിക ആരോഗ്യവും മാനസിക ഊർജവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ശക്തമായൊരു മനസ്സ് നിലനിൽക്കുന്നത് ആരോഗ്യകരമായ ഒരു ശരീരത്തിലാണ്. ശരീരത്തിന് തളർച്ച സംഭവിക്കുമ്പോൾ മനസ്സിനും ആത്മവിശ്വാസം കുറയും. അതുകൊണ്ട് തന്നെ വ്യായാമവും നല്ല ഭക്ഷണവും വിശ്രമവും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ കായികമായി അധ്വാനിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ എൻഡോർഫിൻ പോലുള്ള സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത്. തലച്ചോറിന് വിശ്രമം ലഭിക്കുമ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. പ്രാണായാമം, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാനും അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കാനും സഹായിക്കും. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. അതിനെ കരുതലോടെ സൂക്ഷിക്കുക. എട്ടാമതായി ക്രിയാത്മകമായ ഏകാന്തതയും സ്വയം വിലയിരുത്തലും പരിശീലിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളോടൊപ്പം തന്നെ സമയം ചിലവഴിക്കുന്നത്. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ മറന്നുപോകുന്നു. ദിവസവും കുറച്ചു സമയം നിശബ്ദമായി ഒരിടത്തിരിക്കുക. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, നിങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണ്. ഈ സ്വയം വിലയിരുത്തൽ നിങ്ങളെ കൂടുതൽ വ്യക്തതയുള്ളവരാക്കും. ഏകാന്തതയെ ഭയപ്പെടാതെ അതിനെ സ്വയം വളരാനുള്ള അവസരമായി കാണുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ ഈ ഏകാന്തത നിങ്ങളെ സഹായിക്കും. ഒൻപതാമതായി നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ചോർത്ത് സന്തോഷിക്കുക എന്നതാണ് മനക്കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാന വഴി. പരാതികൾ പറയുന്ന മനസ്സ് എപ്പോഴും ദുർബലമായിരിക്കും.
എന്നാൽ നന്ദിയുള്ള മനസ്സ് എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കും. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതൊരു പക്ഷെ നല്ലൊരു ഭക്ഷണമാകാം, സ്നേഹമുള്ള സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നു എന്നതാകാം. ഈ പോസിറ്റീവ് ചിന്താഗതി നിങ്ങളുടെ മനസ്സിനൊരു കവചം പോലെ സംരക്ഷണം നൽകും. പ്രതിസന്ധികൾക്കിടയിലും നല്ലതിനെ കണ്ടെത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ കരുത്തൻ. ബ്രൂസ്ലിയെ പോലുള്ളവർ കാണിച്ചു തന്നത് ശാരീരികമായ വൈകല്യങ്ങളോ സാമൂഹികമായ തടസ്സങ്ങളോ ഒന്നും ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പ്രതിബന്ധമല്ല എന്നാണ്. ജീവിതം നിങ്ങളെ പലപ്പോഴും മുട്ടുകുത്തിച്ചേക്കാം, പക്ഷേ എഴുന്നേൽക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. പരാജയപ്പെട്ട ഓരോ മനുഷ്യനും വീണ്ടും ശ്രമിക്കാൻ തയ്യാറായപ്പോഴാണ് വിജയികളായി മാറിയത്. ഈ പറഞ്ഞ 9 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഒരു മികച്ച നാളെയെ സ്വപ്നം കാണുക. മാത്രമല്ല, അതിനായി ഇന്നു മുതൽ കഠിനമായി അധ്വാനം ചെയ്യുക. ഓർക്കുക, നിങ്ങളെ തകർക്കാൻ ഈ ലോകത്താർക്കും കഴിയുകയില്ല. നിങ്ങൾ സ്വയം അതനുവദിക്കാത്തിടത്തോളം കാലം നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ മഹാശക്തിയെ ഉണർത്തുക. ലോകം നിങ്ങൾക്കായി വഴിമാറും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.